ഡിവൈൻ വോയിസ് ശുശ്രൂഷയിലേക്ക് ലോകമെമ്പാടുമുള്ള ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വചനം വായിച്ചുകൊണ്ട് നമുക്ക് ധ്യാനിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 14-ാമത്തെ തിരുവചനം. കർത്താവ് പറയുന്നു, ഞാൻ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഞാൻ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. പറുദീസായിൽ ദൈവം സൃഷ്ടിച്ച ആദ്യ മാതാപിതാക്കന്മാരോടൊപ്പം അവൻ കൂടെ ആയിരുന്നു എന്നുള്ളതാണ്. അവരോട് കൂടെ സഞ്ചരിച്ച വ്യക്തിയായിരുന്നു ദൈവം എന്നുള്ളത്. അവർക്ക് ആശ്വാസമായിട്ടും എല്ലാമായിട്ടും ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതാണ് യേശു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള ഒരു നല്ല വചനം എന്ന് പറയുന്നത്. ഏറ്റവും ആകർഷണീയമായ ഒരു വചനം. ദൈവമാണ് നമ്മളോട് പറയുന്നത്, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, ഞാൻ നിങ്ങളോട് കൂടെ വരികയാണ്. നിനക്ക് ഏതെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ആശ്വാസം നൽകുവാനായിട്ട് ഞാൻ കൂടെയുണ്ട്. ഇതിനേക്കാൾ അപ്പുറത്ത് നമുക്ക് എന്ത് ആശ്വാസമാണ് നമുക്ക് കിട്ടേണ്ടത്? പലപ്പോഴും നമ്മൾ മനുഷ്യരുടെ ആശ്വാസം തേടി പോകുന്ന വ്യക്തികളാണ്. മനുഷ്യരുടെ ആശ്വാസങ്ങളെല്ലാം നൈമിഷികളാണ്. നമുക്ക് പലപ്പോഴും അതിലേക്ക് എന്തുമാത്രം സമയത്തേക്ക് നീളുമെന്ന് നമുക്കറിയില്ല. ഒരു നൈമിഷികമായിട്ടുള്ള ഒരു ചെറിയ സമയത്തേക്ക് നമുക്കൊരു ആശ്വാസം കിട്ടിയതെന്ന് വരാം. മറിച്ച് ദൈവം തന്നെ, നമ്മെ സൃഷ്ടിച്ച ആ ദൈവം തന്നെ നമ്മളോട് പറയുകയാണ്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നിനക്ക് ആശ്വാസമായിട്ട് ഞാൻ കൂടെയുണ്ട് എന്ന് പറയുന്നൊരു ദൈവം. എത്രയോ പ്രാവശ്യങ്ങളാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും തൻ്റെ ശിഷ്യന്മാരോടും തൻ്റെ കൂടെ ആയിരിക്കുന്നവരോടും പ്രവാചകന്മാരിലൂടെയും ഒക്കെ ജനങ്ങളോട് ദൈവം പറയുക, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നിന്നെ ആശ്വസിപ്പിക്കുവാനായിട്ട് നിൻ്റെ വേദനയിലും യാതനയിലും ആപത്ത് ഘട്ടങ്ങളിലും രോഗാവസ്ഥയിലും നിൻ്റെ കൂടെ ഞാനുണ്ട്. ഈ കൂടെ ആയിരിക്കുന്ന ദൈവത്തെയാണല്ലോ നമ്മൾ ഓരോരുത്തരും വഹിച്ചുകൊണ്ട് നടക്കേണ്ടത്. പലപ്പോഴും നമ്മൾ ആ ദൈവത്തെ കൂടെ കൂട്ടുവാനായിട്ട് നമ്മൾ എത്ര പേര് തയ്യാറുണ്ട്? ദൈവത്തെ കൂട്ടുവാനായിട്ട്, കൂടെ കൊണ്ടു നടക്കുവാനായിട്ട്. ആ ദൈവം നമ്മുടെ ഹൃദയത്തിലുണ്ട് എന്നുള്ളൊരു ബോധ്യമുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ആശ്വാസമായിരിക്കും. പലപ്പോഴും ഇന്നത്തെ ജനത ആങ്സൈറ്റി, പല ഡിസോർഡർ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനതയാണ്. ഭയങ്കര സ്ട്രെസ്സാണ് നമ്മുടെ ജീവിതത്തിൽ. എങ്ങനെയാണ് നമ്മൾ നാളേക്ക് ജീവിക്കാനായിട്ട് പറ്റുക? എല്ലായ്പ്പോഴും ആകുലതകളും വ്യാകുലതകളും കൊണ്ട് നിറഞ്ഞിരിക്കുക. നേരം വെളുക്കുമ്പോൾ തുടങ്ങും ആകുലതകൾ. കുട്ടികളെ തയ്യാറാക്കണം, അത് കഴിഞ്ഞ് ജോലിക്ക് പോകണം, അത് കഴിഞ്ഞ് തിരിച്ചു വരണം, പിന്നെയും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഒരു ദിവസത്തിൻ്റെ ആകുലതകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ ലോകത്ത് എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പലപ്പോഴും ചിന്തിച്ചു പോകും. ദൈവം കൂടെ ഉണ്ടെന്നോ ചിന്തിച്ചാലോ? പലപ്പോഴും നമ്മൾ ഒറ്റപ്പെടുന്നതിൻ്റെ ഒരു അനുഭവം പല ഭിന്നശേഷിക്കാർക്കും, പല രോഗാവസ്ഥയിലായിരിക്കുന്നവർക്കും, ഒറ്റപ്പെടലിൻ്റെ അനുഭവം അനുഭവിക്കുന്നവർക്കൊക്കെ പലപ്പോഴും ചിന്തിക്കുന്നത് എനിക്ക് കൂട്ടില്ലല്ലോ എന്നുള്ളതാണ്, എനിക്ക് ആരുമില്ലല്ലോ എന്നുള്ളതാണ്, ഞാൻ ഒറ്റയ്ക്കായി പോയല്ലോ എന്നുള്ളതാണ്. ഞാൻ എങ്ങനെയാണ് ഇനി മുന്നോട്ട് ജീവിക്കുക? എന്നെ സഹായിക്കുവാനായിട്ട്, എൻ്റെ ജീവിതത്തിലെ ഒരു കൈപ്പിടിക്കുവാനായിട്ട് എനിക്ക് ആരുമില്ല. ഈ ആരുമില്ലാത്ത അവസ്ഥയിൽ പലപ്പോഴും നിരാശയായി ജീവിതം ഒടുക്കുന്ന പല വ്യക്തികളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പല ജീവിത അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവും. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളും ഇതുപോലെ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നുപോയ വ്യക്തികളായിരിക്കാം. ഒരു ദിവസത്തിൽ ചിലപ്പോൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകളിലൂടെ പലപ്പോഴും കടന്നു പോയിട്ടുണ്ടാകാം. ഒരു വട്ടമെങ്കിലും ചിന്തിക്കാത്ത വ്യക്തികൾ ഈ ലോകത്ത് ആരും തന്നെ ഉണ്ടാകില്ല. ആരുമില്ലല്ലോ എന്നുള്ളൊരു ചിന്ത, ഐസൊലേറ്റഡ് ആയിട്ടുള്ളൊരവസ്ഥ, ഒറ്റപ്പെടലിൻ്റെ ഒരവസ്ഥ, ഏകാന്തതയുടെ ഒരവസ്ഥ. ഇവിടെയാണല്ലോ ദൈവം നമ്മളോട് പറയുക. വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്ന ഓരോ വ്യക്തികളോടും ദൈവം പറയുന്നത് ഞാൻ നിന്നോട് കൂടെയുണ്ടെന്നാണ് പറയുക. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശുവിനെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ആ യേശു നമ്മളോട് പറയുന്നത് എങ്ങനെയാണ്? ഞാനാണ് എമ്മാനുവേൽ. ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ആ ഒരു അവസ്ഥയാണ് ദൈവം നമ്മളോട് പറയുക. ഞാൻ നിന്നോട് കൂടെയാണ്, നമ്മോട് കൂടെയാണ്.
എൻ്റെ കൂടെയുണ്ട് എന്ന് പറയുവാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മോട് കൂടെയല്ല, എൻ്റെ കൂടെയുണ്ടെന്ന് പറയാനായിട്ട്, എൻ്റെ ഉള്ളിലാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ആ ഒരു ദൈവത്തെ ഒരു സ്ഥലത്തും കണ്ടാലും നമുക്ക് ഇതുപോലെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കില്ല. എൻ്റെ കൂടെയുള്ള ദൈവത്തെ ഏതൊരു മതത്തിലേക്ക് ചെന്നാലും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കില്ല. ദൈവം നമ്മളോട് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മളോട് തറപ്പിച്ച് പറയുകയാണ്, ഞാൻ നിൻ്റെ കൂടെയുണ്ട് കേട്ടോ, നീ പേടിക്കേണ്ട, നീ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കിയാലും ഇതാണ് വഴി എന്ന് പറയുവാനായിട്ട് ഞാൻ നിൻ്റെ ഉള്ളിലിരുന്ന് ഞാനിതെല്ലാം പറഞ്ഞുതരും. ഇതെപ്പോഴാണ് ഈ ദൈവസ്വരം നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുക? പലപ്പോഴും ദൈവസ്വരം നമ്മൾ കേൾക്കുന്നുണ്ട്, ഇതാണ് വഴി, ഇതിലേ പോവുക എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ ദൈവസ്വരം കേട്ടുകൊണ്ട് അത് ദൈവസ്വരമാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ മന്ത്രിക്കുന്നുണ്ട് ദൈവം. പലപ്പോഴും നല്ല വ്യക്തികളിലൂടെ നമുക്കൊരു ഗൈഡൻസ് കിട്ടുന്നുണ്ട്. അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊന്നും ദൈവിക ചിന്തകളല്ല, ഇത് മറ്റുള്ളവരുടെ എന്തോ ഇടപെടലാണ് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട്. പക്ഷേ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവം നമ്മളോട് പറഞ്ഞു തരികയാണ്, മകനെ മകളെ, നിൻ്റെ വഴി ഇതാണ്, ഇതിലേ പോവുക എന്ന് പറയുന്നു. ഉള്ളിലിരുന്നു കൊണ്ട് നല്ല വ്യക്തികളുടെ നല്ല സത്സംഗ വഴിയായിട്ട് അവരുടെ ഒരു നല്ല കൂട്ട് ആയിരിക്കുന്ന അവസ്ഥയിലൂടെ ദൈവം നമ്മളോട് പറഞ്ഞു തരികയാണ്. ആ സംഗതി മറ്റുള്ളവരുമായിട്ടുള്ള ഒരു സംഗമത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. സത്സംഗ് എന്ന് ആ ഒരു നല്ല വ്യക്തികളുടെ സത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വിശുദ്ധരായിട്ടുള്ള സംഗമത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്, ഇതാണ് വഴി, ഇതിലേ പോവുക എന്നുള്ളത്. ദൈവം കൂടെ ആയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതുമാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഇന്ന് വിശുദ്ധ കുർബാനയിൽ കുദാശയിൽ യേശു നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരികയാണ്. അന്ന് പഴയ നിയമത്തിലെ ദൈവം കൂടെ ആയിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിലേക്ക് ദൈവം കടന്നു വന്നുകൊണ്ട് പറയാണ്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം തന്നെ സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് നമ്മളോടൊപ്പം നമ്മളുടെ അവസ്ഥയിൽ ജീവിച്ച് നമുക്ക് വേണ്ടി സഹിച്ചു മരിച്ച് മാതൃകയായി തീർന്ന ആ യേശു നമുക്ക് കാണിച്ചു തന്നു. തുടർന്ന് മരണത്തിന് ശേഷം യേശു നമ്മളോടൊപ്പം ജീവിക്കുന്ന ദൈവമായിട്ട് മാറിയിരിക്കുകയാണ്. ജീവിക്കുന്ന ദൈവം, ദിവ്യകാരുണ്യനാഥനായിട്ട് സക്രാരിയിലും വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്കും കടന്നു വരുന്ന ദൈവം. അങ്ങ് ഉന്നതങ്ങളിൽ സ്വർഗത്തിൽ അങ്ങ് വിദൂരങ്ങളിലായിരിക്കുന്ന ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. എൻ്റെ ഹൃദയത്തിൽ എന്നോടൊപ്പമായിരിക്കുന്ന എൻ്റെ ജീവൻ്റെ ജീവനായി തീർന്നിരിക്കുന്ന ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ദൈവമാണ് നമ്മളോട് പറയുക, ഉള്ളിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് ഞാൻ നിന്നോടൊപ്പമുണ്ട്, നിന്നെ ആശ്വസിപ്പിക്കാനും നിന്നെ സുഖപ്പെടുത്തുവാനും നിനക്ക് ധൈര്യം നൽകുവാനും നിനക്ക് പ്രതീക്ഷ നൽകുവാനും ഞാനുണ്ട് എന്നാണ് പറയുന്നത്. ഈ അടുത്ത ദിവസം ഞാനൊരു കഥ കേൾക്കാനായിട്ടിടയായി. ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ളൊരു കഥ. ഒരു മകൻ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ, 16 വയസ്സ് കഴിഞ്ഞ ഒരു മകനാണ്. അമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ, 18ാമത്തെ ബർത്ത്ഡേക്ക് 18ാം വർഷത്തിൻ്റെ ബർത്ത്ഡേക്ക് അമ്മ എനിക്ക് എന്ത് ഗിഫ്റ്റാണ് നൽകുക? അമ്മ പറഞ്ഞു, മോനെ, ഇനിയുണ്ടല്ലോ സമയം, ഇനിയുമില്ലേ 2 വർഷം, 16 വയസ്സല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, 18ാമത്തെ വയസ്സാവുമ്പോഴല്ലേ നിനക്ക് ഗിഫ്റ്റ് വേണ്ടത്, ആ സമയമാകുമ്പോഴേക്കും അമ്മ തരാട്ടോ എന്ന് പറഞ്ഞു. 17 വയസ്സ് കഴിഞ്ഞപ്പോൾ അവനൊരു തളർച്ച വന്നു, അവൻ വീഴുകയാണ്. അമ്മ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി വലിയ ശുശ്രൂഷകളെല്ലാം നടത്തി, വലിയൊരു ഓപ്പറേഷനൊക്കെ നടത്തി. അങ്ങനെ അവൻ സുഖപ്പെട്ടു തിരിച്ചു വന്നു. വീട്ടിൽ വന്ന് കണ്ണു തുറന്ന് നോക്കി. ആ ദിവസം അവൻ്റെ 18ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. അവൻ അമ്മയെ തിരക്കി, അമ്മ എവിടെയാണ്? തൊട്ട് ബെഡിൻ്റെ അടിയിൽ ബെഡിനോട് ചേർന്ന് ഒരു കുറിപ്പ് അവൻ കണ്ടു. ആ കുറിപ്പെടുത്ത് വായിച്ചു, മകനെ, നീ അന്ന് ചോദിച്ചില്ലേ 18ാമത്തെ ബർത്ത്ഡേക്ക് എന്താണ് അമ്മ എനിക്ക് നൽകുക? എൻ്റെ ഹൃദയമാണ് മകനെ നിൻ്റെ ഹൃദയത്തിലായിരിക്കുന്നത്, നിൻ്റെ ജീവനിലായിരിക്കുന്നത്. നീ അത് സൂക്ഷിക്കണം കേട്ടോ. 1000 ബർത്ത്ഡേ ആശംസകൾ. ആ മകന് ദൈവം അല്ലെങ്കിൽ ആ മകന് സ്വന്തം അമ്മ കൊടുത്തത് സ്വഹൃദയം തന്നെ, സ്വജീവൻ തന്നെ. ഇതിനേക്കാൾ അപ്പുറത്ത് എന്ത് ഗിഫ്റ്റാണ് ആ അമ്മ കൊടുക്കുവാനായിട്ടുള്ളത്? അമ്മയുടെ ജീവൻ കളഞ്ഞുകൊണ്ട് മകൻ്റെ ജീവൻ നിലനിർത്തുവാൻ വേണ്ടി
ആ അമ്മ ചെയ്തൊരു പ്രവൃത്തി. ഇതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് യേശു നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. സ്വജീവൻ തന്നെ നമുക്ക് നൽകിക്കൊണ്ട്, പകത്ത് നൽകിക്കൊണ്ട്, എൻ്റെ ശരീരം ഇതാണ്, എൻ്റെ രക്തം ഇതാണ്, നിങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും നിങ്ങൾ ജീവനുള്ളവരായി തീരുകയും ചെയ്യട്ടെ, ഞാൻ ഇല്ലാതാവുകയും നിങ്ങൾ ഉള്ളവരായി തീരുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ അന്ത്യ അത്താഴ നാളിൽ നമുക്കായിട്ട് സ്വജീവൻ അർപ്പിച്ചത്, സ്വജീവൻ പങ്കുവെച്ചത്. കുരിശിൽ കിടന്നുകൊണ്ട് അവിടുന്ന് മരിക്കുമ്പോഴും നമുക്ക് വേണ്ടിയല്ലേ പ്രാർത്ഥിച്ചത്, നമുക്ക് വേണ്ടിയല്ലേ ആ അവസാന തുള്ളി രക്തം പോലും ചിന്തിയത്. ഇതിനേക്കാൾ അപ്പുറത്ത് എന്താണ് നമുക്ക് പറഞ്ഞു തരാനായിട്ടുള്ളത്? വാക്കിൽ മാത്രമല്ല, പ്രവൃത്തിയിലൂടെയും ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുകയാണ്. ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ജീവൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഓരോരുത്തരും ജീവൻ സമൃദ്ധിയായിട്ടുണ്ടാകാൻ വേണ്ടിയിട്ട് അവിടുന്ന് സ്വജീവൻ അർപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുദാശയിലൂടെ കടന്നു പോകുമ്പോഴും, വിശുദ്ധ കുർബാനയിലൂടെ കടന്നു പോകുമ്പോഴും, ഓരോ വിശുദ്ധ കുർബാനയിലും യേശുവിനെ സ്വീകരിക്കുമ്പോഴും നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്, യേശുവിൻ്റെ സ്വഹൃദയമാണ്, സ്വജീവനാണ്, സ്വന്തം രക്തമാണ് നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കുകയും പാനം ചെയ്യുകയും അതുപോലെ തന്നെ നമ്മൾ ജീവിക്കുകയും ചെയ്യേണ്ടത് എന്നുള്ളത്. യേശു എന്നും ആഗ്രഹിക്കുന്നത് തന്നെയല്ലേ, ഞാൻ പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കേണ്ടതിന് ഇതാ എൻ്റെ ജീവൻ തരുന്നു. നിങ്ങളെന്നും ജീവിക്കുവാനായിട്ട്, പരിപൂർണതയിൽ ജീവിക്കുവാനായിട്ട്, അതും ജീവനുള്ളവരായിട്ട്, അത് അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരുവാനായിട്ടല്ലേ ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഈ ജീവിതം തരുന്നത്. ഓരോ ദിവസവുമല്ലേ നമുക്ക് അവൻ ഭക്ഷണമായിട്ട് നമുക്ക് നൽകുന്നത്. ഓരോ ദിവസവുമല്ലേ നമുക്ക് അവൻ്റെ ശ്വാസമായിട്ട് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത്. ആത്മാവാണല്ലോ ജീവൻ നൽകുന്നത്. ജീവനില്ലെങ്കിൽ ശരീരം ഒന്നിനും ഉപകരിക്കില്ല എന്ന് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവല്ലേ നമ്മളിൽ ഓരോരുത്തരും ആയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് ആ ദൈവാത്മാവിൻ്റെ ഒരു പ്രവൃത്തിയല്ലേ. നമ്മൾ ശ്വസിക്കുന്നത് ആ ആത്മാവിൻ്റെ ഒരു ശക്തി കൊണ്ടല്ലേ നമ്മൾ ശ്വസിക്കുക. നമ്മുടെ ഈ ശരീരത്തിൽ ഓടുന്ന ഓരോ രക്തധമനികളിലൂടെയും ഓടുന്ന ഓരോ രക്തവും, ഓരോ തുള്ളി രക്തവും ജീവനുള്ള ആത്മാവിൻ്റെ പ്രവൃത്തി കൊണ്ടല്ലേ നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത്. നമുക്ക് ചിന്തിക്കുവാനായിട്ടുള്ള കഴിവുണ്ടെങ്കിൽ അത് ദൈവിക ആത്മാവിൻ്റെ ഒരു പ്രവൃത്തിയാണ്, ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു പ്രവൃത്തിയാണെന്ന് നമുക്ക് എന്തുകൊണ്ട് മനസ്സിലാകാതെ പോകുന്നു? പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് മനസ്സിലാക്കാം, ആ ദൈവത്തെ അറിയുവാനായിട്ടുള്ള ഒരു ജ്വരം, ഒരു തീക്ഷ്ണത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. പന്ത്രണ്ട് വർഷത്തെ ആത്മീയ ജീവിതയാത്ര വിജയകരമായി മുന്നേറുമ്പോൾ ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്കായി ഞങ്ങളുടെ പുതിയ ഉദ്യമം സാഭിമാനം സമർപ്പിക്കുന്നു. ഗുഡ്നസ് ടി വി ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുന്നു. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ആൻഡ്രോയിഡ് ടിവിയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. ഗുഡ്നസ്, സ്റ്റേ വിത്ത് ഗോഡ്. എനിക്ക് എൻ്റെ ദൈവത്തെ അറിയണം, ആ ദൈവത്തോട് കൂടെ ആയിരിക്കണം എന്നുള്ള മനോഭാവം നമുക്കുണ്ടാകണം. പലപ്പോഴും ഇല്ലാതായി പോകുന്നത് അതാണ്. നമുക്ക് പലപ്പോഴും മന്ദത അല്ലെങ്കിൽ മന്ദോഷ്ണത വരുന്നത് ഈ ദൈവത്തിന് വേണ്ടിയുള്ള ഒരു ആഗ്രഹം, ആ ഒരു തീക്ഷ്ണത നമ്മുടെ ജീവിതത്തിൽ ഇല്ലാണ്ടായി പോകുന്നു. ദാഹം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാണ്ടായി പോകുന്നു. ദാഹിക്കണം, ദൈവത്തിന് വേണ്ടി വെമ്പൽ കൊള്ളാനായിട്ട് നമ്മൾ തയ്യാറാകണം. ദൈവമാണ് എൻ്റെ ജീവിതത്തിൽ ജീവിക്കേണ്ടത്, ഞാനല്ല. പൗലോസ് പറയുന്നത് പോലെ ഞാനല്ല, മറിച്ച് യേശുവാണ് അല്ലെങ്കിൽ ദൈവമാണ് എൻ്റെ ജീവിതത്തിൽ നിറയേണ്ടത്, ജീവിക്കേണ്ടത് എന്ന് തോന്നുവാനായിട്ട് നമുക്ക് സാധിക്കണം. മറിച്ച് നമ്മൾ പലപ്പോഴും ജീവിക്കുന്നത് ദൈവമല്ല, മറിച്ച് ഞാൻ തന്നെയാണെന്നുള്ള ഒരു അഹംഭാവത്തിലാണ് നമ്മൾ പലപ്പോഴും ജീവിക്കുക, അഹങ്കാരത്തിലാണ് നമ്മൾ ജീവിക്കുക. അത് വിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ആപത്ത് ഘട്ടങ്ങളിലും അപകടങ്ങളിലും ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമാണ്, നമ്മുടെ കൂടെയുണ്ടെന്ന് പറയുന്നൊരു ദൈവമാണ് നമുക്കുള്ളത്. ആ ദൈവത്തെ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ജീവിക്കുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? അതിനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. ജീവനുള്ള ദൈവമായിട്ട്, നമ്മുടെ ജീവൻ്റെ ജീവനായിട്ട് മാറ്റുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കണം. നമ്മൾ പലപ്പോഴും ജീവിക്കുന്ന ദൈവത്തെ പ്രഘോഷിക്കും, ജീവനുള്ള ദൈവത്തെ പ്രഘോഷിക്കും. നമ്മൾ പലപ്പോഴും ജീവനില്ലാത്ത വ്യക്തികളായിട്ട് മാറും. 24 hours
നമ്മളിൽ രക്തം ഓടുന്നുണ്ടെങ്കിൽ, ശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ജീവനുള്ള ദൈവത്തിൻ്റെ ഒരു അവസ്ഥയാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ ലോകം മുഴുവൻ നമ്മളൊക്കെ കാണുന്ന ഈ മാസ്മരിക ശക്തികളോ അല്ലെങ്കിൽ ആകർഷണീയമായിട്ടുള്ള ശക്തികളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു കൃപയാലാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങളുടെ സ്ഥിതിവിശേഷങ്ങളിലൂടെ ഒഴുകിപ്പോകുന്ന വ്യക്തികളായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനാണ് നമ്മൾ ഓരോരുത്തരും തയ്യാറാകേണ്ടത്. അത്ഭുതത്തിൻ്റെ നിറവിലാണ് നമ്മൾ ഓരോരുത്തരും, അത്ഭുതമാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളെപ്പോലെ എത്രയോ വ്യക്തികൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ മരിച്ചു വീഴുന്നു. അവരെയൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കില്ലേ, ഞാനിന്ന് അത്ഭുതമായിട്ട് ഞാനിന്ന് ജീവിക്കുന്നു, അത്ഭുതത്തിൻ്റെ അടയാളമായിട്ട് ഞാനിന്ന് ജീവിക്കുകയാണ്, അടയാളമായിട്ട് ഞാൻ ജീവിക്കുകയാണ്, ജീവിക്കുന്ന ദൈവത്തിൻ്റെ മകനായിട്ട് മകളായിട്ട് ഞാനിന്ന് ജീവിക്കുകയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കണം. അതിന് നമ്മൾ യേശുവിനെ അറിഞ്ഞ് അനുഭവിച്ച് ജീവിക്കുന്ന വ്യക്തികളായിട്ട് മാറണം. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് യേശു നമ്മുടെ ഉള്ളിൽ ജീവിക്കുകയാണ്. കർത്താവ് നമ്മളോട് പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്, ഞാൻ നിന്നോടൊപ്പം വസിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്, ഞാൻ നിൻ്റെ ഉള്ളിലാണ്, അതുകൊണ്ട് നിനക്ക് ആശ്വാസമായിട്ടും ഒരു സങ്കേതമായിട്ടും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും, ഭയപ്പെടേണ്ട. ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാകണമെങ്കിൽ നമ്മൾ ആഗ്രഹിക്കണം. ആഗ്രഹമുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമായി മാറുകയുള്ളൂ. സഖ്യവോസിൻ്റെ ജീവിതത്തിൽ നമുക്കൊന്ന് നോക്കാം. സഖ്യവോസ് ആഗ്രഹിച്ചു, അതുവഴിയായിട്ട് അവനിലേക്ക് ദൈവം കടന്നു ചെല്ലുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പാപിനിയായ സ്ത്രീ തമ്പുരാൻ്റെ മുമ്പിൽ കടന്നു വന്നുകൊണ്ട് എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അവളുടെ ജീവിതത്തിലേക്ക് ദൈവം അനുഭവവേദ്യമായി മാറുകയാണ് ചെയ്യുന്നത്. ആഗ്രഹിക്കുന്ന ഓരോ നിമിഷത്തിലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ആ ദൈവ സാന്നിധ്യമാണ്. ആ ദൈവ സാന്നിധ്യ അനുസ്മരണ നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകണമെന്ന് മാത്രമാണ്. ആ ഒരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എങ്ങനെയാണ് ഞാൻ എൻ്റെ ദൈവത്തോട് കൂടെ ആയിരിക്കേണ്ടത്, എങ്ങനെയാണ് ഞാൻ എൻ്റെ ദൈവത്തിന് ആശ്വാസം ലഭിക്കേണ്ടത്, അതിന് നമ്മൾ എന്നും ആഗ്രഹിക്കണം. സഖ്യവോസ് ആഗ്രഹിച്ചതുപോലെ, അല്ലെങ്കിൽ ആ ധൂർത്തപുത്രൻ ആഗ്രഹിച്ചതുപോലെ ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് ഞാൻ ചെല്ലും. അവൻ ആഗ്രഹിച്ചുള്ളൂ. അതുവഴിയായിട്ട് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നമുക്കറിയാമല്ലോ ബുദ്ധിയിൽ നിന്നാണ് പുറപ്പെടുന്നത്. നമ്മുടെ ആ ബുദ്ധിയിൽ നിന്ന് ഏത് കാര്യങ്ങൾ ചിന്തിച്ചാലും അതുപോലെ നമ്മൾ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മുടെ ബുദ്ധിയിൽ നിന്ന് നമ്മളൊന്ന് ആഗ്രഹിച്ചാൽ മാത്രം മതി, നമ്മുടെ ജീവിതങ്ങൾ അതുപോലെ ക്രമപ്പെടാനായിട്ട് തുടങ്ങും. ഏത് നെഗറ്റീവ് ആഗ്രഹിച്ചാലും അതുപോലെ തന്നെയാണല്ലോ നമ്മുടെ ജീവിതത്തിൽ വരിക. അപ്പോൾ അതുകൊണ്ട് പോസിറ്റീവായിട്ട് ദൈവം എൻ്റെ കൂടെയുണ്ട്, ആശ്വസിപ്പിക്കുന്ന ദൈവമായിട്ട് കൂടെയുണ്ട് എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാകണം. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാനൊരു ചെറിയൊരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ എന്നും ആഗ്രഹിക്കാറുള്ളതാണ്, മറ്റുള്ളവരെ പോലെ എനിക്കൊരു അവാർഡ് കിട്ടിയിരുന്നെങ്കിൽ, മറ്റുള്ളവരെ പോലെ എനിക്കൊരു അവാർഡ് കിട്ടിയിരുന്നു. ആരും അവാർഡ് തരാനില്ല. ആരും അവാർഡ് തരാനില്ലാത്തത് കൊണ്ട് ഞാൻ ചിന്തിച്ചു, ഞാൻ അങ്ങോട്ട് തിരിച്ചു കൊടുത്താലോ. അങ്ങോട്ട് തിരിച്ചു കൊടുക്കാനായിട്ട് തുടങ്ങിയപ്പോൾ പല അവാർഡുകളും ഇങ്ങോട്ട് തേടി വരാനായിട്ട് തുടങ്ങി. നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ആഗ്രഹിക്കുന്നതനുസരിച്ചുള്ള ഒരു പ്രവൃത്തി നമ്മൾ അങ്ങോട്ട് ചെയ്യുക. മറ്റുള്ളവരെ എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന അതുപോലെ നിങ്ങൾ പെരുമാറാനായിട്ട് തന്നെ തയ്യാറാകണമെന്നാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുക. അങ്ങോട്ട് പെരുമാറാനായിട്ട് തയ്യാറാകുക, അങ്ങോട്ട് കൊടുക്കുവാനായിട്ട് തയ്യാറാകുക. അപ്പോൾ ദൈവം ഇങ്ങോട്ട് തരുവാനായിട്ട് തയ്യാറാകും. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. നമ്മുടെ ആഗ്രഹം കൊണ്ട് മാത്രമായില്ല, അത് പ്രവർത്തിക്കുവാനും കൂടി നമ്മൾ തയ്യാറാകുമ്പോൾ ആ ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നും ആ ദൈവത്തിലൂടെ നമുക്കെല്ലാം സാധ്യമാകുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ അത് നമ്മൾ അനുഭവിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണമെന്ന് മാത്രമേ ഉള്ളൂ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഈ നെഗറ്റീവ് ചിന്തകളാണ് കുമിഞ്ഞു കൂടുക. ഇത് എനിക്ക് സാധ്യമാവുകയില്ലല്ലോ, ഇത് എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ വന്ന് ഭവിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും അതിൽ നിന്ന് ട്വിസ്റ്റ് ചെയ്ത് പോവാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോസിറ്റീവല്ല ചിന്തിക്കുക. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു സഹോദരനെ കാണുവാനായിട്ടിടയായി. ഈ സഹോദരൻ നല്ല സമയത്ത്, അതായത് കള്ള് കുടിക്കാത്ത സമയത്ത് എല്ലാം പോസിറ്റീവാണ്, എല്ലാം പോസിറ്റീവാണ്. ഉള്ളിൻ്റെ ഉള്ള് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല, മറിച്ച് പ്രവൃത്തിയും സംസാരവും എല്ലാം പോസിറ്റീവാണ്. പക്ഷെ കള്ള് കുടിച്ചാൽ ഈ മനുഷ്യൻ്റെ വായിൽ നിന്ന് വരുന്നതും പ്രവൃത്തിയും ഏറ്റവും ദുഷ്ടകരമായിട്ടുള്ള അവസ്ഥയായിരിക്കും. വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും ദുഷിച്ചതായിരിക്കും. പ്രവൃത്തി അതിനേക്കാളും ഏറെ ദുഷ്ടത ഉള്ള അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പലപ്പോഴും നന്മയല്ല ഉണ്ടായിരുന്നിട്ടുള്ളത്. ഉള്ള് നന്മയാകണമെങ്കിൽ ഏത് കള്ളു കുടിച്ച അവസ്ഥയിലായിക്കൊള്ളട്ടെ, ഏത് നോർമൽ അവസ്ഥയിലായിക്കൊള്ളട്ടെ, അവൻ നന്മ മാത്രമേ ചെയ്യാനായിട്ട് തയ്യാറുള്ളൂ. ബോധമില്ലാത്ത അവസ്ഥ
അല്ലെങ്കിൽ ബോധാവസ്ഥയിലും നമ്മൾ എല്ലായ്പ്പോഴും നന്മ മാത്രം നമ്മൾ ചിന്തിക്കുകയും നന്മ മാത്രം നമ്മൾ പ്രവർത്തിക്കുകയും നന്മ മാത്രം നമ്മൾ സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തികളായിട്ട് മാറും. നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ആ അവസ്ഥയിലേക്ക് കടന്നു വരാനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ നമുക്കുണ്ടാകേണ്ടത് നല്ല കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട്, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നന്മ മാത്രം ഉണ്ടാകുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. കണ്ണിലൂടെ, കാതിലൂടെ, വാക്കുകളിലൂടെ, സ്പർശനത്തിലൂടെ, ശ്വസനത്തിലൂടെ നമ്മളെല്ലാതും നന്മ മാത്രം ഗ്രഹിക്കാനായിട്ട് നമ്മൾ തയ്യാറാകട്ടെ. നമ്മുടെ ബ്രെയിനിലേക്ക് ആ നന്മ മാത്രം സംഗ്രഹിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുക. അതുവഴിയായിട്ട് നമ്മുടെ ചിന്ത നന്മയായി മാത്രം മാറും. അതുവഴിയായിട്ട് നമ്മുടെ പ്രവൃത്തിയും സംസാരവും നന്മ നിറഞ്ഞതായിട്ട് നമ്മൾ മാറുന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അപ്പോൾ ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കണമെങ്കിൽ നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കണം. ആഗ്രഹത്തിലൂടെ നമ്മളത് നേടിയെടുക്കാനായിട്ട് സാധിക്കണം. അത് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഓരോരുത്തരും ആ ഒരു അവസ്ഥയിലേക്ക് ദൈവം കൂടെയെന്ന് വസിക്കുന്ന ഒരു ദൈവമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അവിടെയാണ് യഥാർത്ഥ സത്യക്രിസ്ത്യാനിയായിട്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ക്രിസ്തു നമ്മിൽ വസിക്കുന്നു, ക്രിസ്തു ആണ് നമ്മളിലൂടെ വസിക്കുന്നത്, ക്രിസ്തു ആണ് നമ്മൾ ഓരോരുത്തരും എന്ന് നമുക്ക് പറയത്തക്ക രീതിയിലായിട്ട് നമ്മൾ ഓരോരുത്തരും പുതു ക്രിസ്ത്യാനികളാണെന്ന് അല്ലെങ്കിൽ പുതു ക്രിസ്തു ആണെന്ന് പറയുവാനായിട്ട് സാധിക്കണം. ക്രിസ്തുവിൻ്റെ ജീവിതം ആണ് നമ്മൾ ഓരോരുത്തരും എന്ന് പറയുവാനായിട്ട് സാധിക്കട്ടെ. അതിനായിട്ട് നിങ്ങൾക്കേവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മുടെ കൂടെ ആയിരിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ഇന്നേ ദിവസം അങ്ങയുടെ വചനം കേട്ടുകൊണ്ട് നീ തന്ന വലിയ ദാനത്തെ ഓർത്തുകൊണ്ട്, ജീവൻ്റെ ജീവനായ ആ വലിയ ദാനത്തെ ഓർത്തുകൊണ്ട്, നിൻ്റെ തന്നെ ജീവിതം ഞങ്ങൾക്കായി നൽകിയതിനെ ഓർത്തുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുകയാണ്. യേശുനാഥ, അവിടുത്തെ ദിവ്യ ശരീരവും തിരുരക്തവും ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഞങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനെ ഓർത്തുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുകയാണ്. എമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ആ നല്ല ദൈവത്തെ അനുഭവിച്ചറിയുവാനായിട്ട് ഞങ്ങളെ ശക്തരാക്കണമേ. ഞങ്ങൾ ഓരോ നിമിഷവും ദൈവത്തിലായിരുന്നുകൊണ്ട് ദൈവത്തെ അനുഭവിച്ച് ജീവിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കണമേ. അതിനായിട്ട് പൂർണ്ണമായും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ആഗ്രഹത്തെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ വാക്കുകളെയും പ്രവൃത്തികളെയും ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷന്മാരായി, ക്രിസ്തുവിൻ്റെ മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. അതിനായിട്ട് ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.